നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്, ശനിയാഴ്ച. ഞാൻ ഇന്നൊരു പാചകക്കുറിപ്പ് തന്നെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സാധാരണയായിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊന്ന് മറ്റുള്ളവരുമായിട്ട് അതിൻ്റെ റെസിപ്പി പങ്കുവയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പുതുമയുള്ളവർ കേട്ടോട്ടെ, ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാക്കിക്കോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞാനിന്ന് ഇന്നത്തെ പ്രാതൽ എൻ്റെ ഭവനത്തിൽ ഇന്നത്തെ പ്രാതൽ ആണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ ഞാനൊരു സാമ്പാർ ഉണ്ടാക്കിയതിന് മറ്റൊന്നല്ല, ഇഡലി ദോശയൊക്കെ ഇവിടെ കുട്ടികൾ ചിലപ്പം മടുത്തു എന്നൊക്കെ പറയും. ചിലപ്പോഴൊക്കെ നിർബന്ധിക്കും, ചിലപ്പോൾ ഇഷ്ടമായിട്ട് കഴിക്കും. ഇന്നപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് വേറൊരു പ്രാതലുണ്ടാക്കാമെന്ന് കരുതിയത്. സാമ്പാർ വെച്ചു. സാമ്പാർ പരിപ്പിട്ട് തിളപ്പിച്ചു. മുരിങ്ങക്കായ, ഒരു കഷ്ണം മത്തങ്ങ, തക്കാളി. ഈ മുരിങ്ങക്കായും തക്കാളിയും നല്ലൊരു ചേരുവയാണ് സാമ്പാറിന്. പിന്നീട് ഞാൻ എന്താണ് ഇട്ടത്, 2-3 ഉള്ളി, ചെറിയ ഉള്ളി 2-3 കീറിയിട്ടു. ഒരു കഷ്ണം കുമ്പളങ്ങ, അതായത് പല തരത്തിലുള്ള കഷ്ണങ്ങളെല്ലാം കൂടെ കൂട്ടി ചേർത്ത്, ഉപ്പ് ചേർത്ത്, പുളി ചേർത്ത്, സാമ്പാർ പൊടി, ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി ഉപയോഗിക്കാറുണ്ട് ഞാൻ. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ അല്ല. ചിലപ്പോൾ സാമ്പാർ പൊടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കും. പല കൂട്ടങ്ങളൊക്കെ പരിപ്പും ഇതൊക്കെ എല്ലാം കൂടെ ചേർത്തിട്ട്, മല്ലിയും മുളകും കുറച്ച് ചെറുപയർ പരിപ്പും അങ്ങനെയൊക്കെ വറുത്ത് പൊടിച്ച്, ഉലുവ, കായം ഇതൊക്കെ കൂടെ വറുത്ത് പൊടിച്ച് പൊടിയാക്കിയിട്ട് ഇവിടെ വയ്ക്കും. ഇന്ന് ഞാൻ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി ഉപയോഗിച്ചേക്കണം. കാരണം ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ പൊടി ഇപ്പം തീർന്നിരിക്കുക, ഇനി ഉണ്ടാക്കിയിട്ട് വേണം. അതുകൊണ്ടാണ് നന്നായി കടുകും മുളകൊക്കെ വറുത്തിട്ട് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ ഇന്ന് ചെയ്തത്, നമ്മൾ രസഗുള എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ ഈ രസഗുള? നല്ല മധുരമുള്ള, അതായത് രസഗുളയ്ക്ക് ഒരു തരം പൗഡർ ഇട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇവിടെ. രസഗുള ഒരു മധുരമുള്ള പൗഡറുണ്ട്. അത് വെറുതെ പച്ചവെള്ളം കൊണ്ട് അങ്ങോട്ട് കുഴയ്ക്കും. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകൾ, നെല്ലിക്കയോളൊന്നും വേണ്ട വലിപ്പം, അതിൻ്റെ 4-1 വലിപ്പമുള്ള കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി ഗോതമ്പ് പൊടി കുഴയ്ക്കണ വെച്ചിട്ടുള്ളത് പോലെയാണ് അത് കുഴച്ചാൽ വരിക. ആ ഉരുളകൾ ഇങ്ങനെ വെച്ചിട്ട് അത് നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് സ്വാദ് എന്നാണ് വെപ്പ്. പക്ഷെ ഞാൻ നെയ്യിൽ വറുക്കാറില്ല. എൻ്റെ പുത്രന് നെയ്യ് ഇഷ്ടമല്ല, അപ്പോൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല വെളിച്ചെണ്ണയിൽ അതിങ്ങനെ വറുക്കും. പെട്ടെന്ന് മൂത്ത് കിട്ടും. അത് എന്നിട്ട് പഞ്ചസാര പാനിയിലിട്ട് വച്ച് ഏലക്കയൊക്കെ ചതച്ചിട്ട് കഴിഞ്ഞാൽ അതാണ് രസഗുള. കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു ബ്രൗൺ നിറത്തിലായിട്ട് ഇത് വെള്ളത്തിൽ വറുത്തെടുത്ത ഈ രസഗുള പഞ്ചസാര പാനിയിൽ അങ്ങോട്ട് മുങ്ങി കിടന്നു കഴിഞ്ഞാൽ അത് വീർത്ത് വരുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പമൊക്കെ ആവും കഴിക്കാൻ. പഞ്ചസാരയുള്ള കുറച്ച് തേനും കൂടി അതിലൊഴിച്ചാൽ ഒരു യോജിപ്പും കൂടി വരും കേട്ടോ. അങ്ങനെ അതാണ് രസഗുള. ഞാൻ ഇന്നുണ്ടാക്കുന്നത് സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ രസഗുള പറ്റില്ലല്ലോ. സാമ്പാറിന് പറ്റിയ ഒരു ഗുള തന്നെ. ഗുള എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം ഞാൻ കൽപ്പിക്കുന്നില്ല. ഉരുണ്ട നിറത്തിലുള്ള, ഉരുണ്ട രൂപത്തിലുള്ള ഒരു ആഹാരം. അതിന് ഞാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പുഴുക്കലരി കുതിർത്ത് മിക്സിയിൽ അരക്കരുത്. ബ്ലേഡ് പുറകോട്ട് വെച്ചിട്ട് അങ്ങ് തിരിക്കുക. കുറച്ച് നേരം തിരിക്കുക, ഒന്ന് ഇളക്കിയിടുക, വീണ്ടും ഒന്നുകൂടെ തിരിക്കുക, അതും തിരിച്ചെടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ഒരു പകുതി മിക്സി മാത്രമേ വരാവൂ, അരിയിടാവൂ, കുതിർത്ത അരി. അങ്ങനെ നല്ലോണം അരയരുത്. കുറച്ച് തിരങ്ങൊക്കെ ഉണ്ടായിരിക്കണം. പരിപ്പ് വടക്കൊക്കെ അരയ്ക്കുമ്പോൾ പരിപ്പിന് കുറച്ച് തിരങ്ങൊക്കെ ഉണ്ടാവില്ല എന്നതുപോലെ കുറച്ച് തിരങ്ങുള്ള ഈ പുഴുക്കലരി അരച്ച് ഒരു ബേസിനിലേക്ക് വെക്കുക. അതിലേക്ക് അല്പം അതിന് വേണ്ടതായ ഉപ്പ് ഇടുക. കുറച്ച് ജീരകം ചതച്ച് അതിലേക്ക് ചേർത്തിടുക. കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിയിട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ ബാക്ക് തിരിച്ചിട്ട് പൊടിച്ചിട്ടോ ആയിട്ട് അതും ഇടുക. ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഈ ഉരുള, കൊഴുക്കട്ട എന്ന് പറയുന്ന ഈ ഉരുളയുണ്ടല്ലോ, ആ കൊഴുക്കട്ട അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ, അല്ലെങ്കിൽ കുറച്ച്, ഞാനിന്ന് ഉണ്ടാക്കിയത് കുറച്ച് കൂടുതലാണ്. കാരണം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് തീരെ ചെറുതാക്കാനായിട്ടുള്ള സമയം എനിക്കില്ല. അങ്ങനെ കൊഴുക്കട്ട പുഴുങ്ങി വയ്ക്കുക. ഇതിൻ്റെ കൂടെ ഞാനപ്പോൾ ഇന്നൊരു പണി ചെയ്തു. ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറികളും ഒക്കെ അരിഞ്ഞിട്ടു. ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും, സബോള ഇട്ടില്ല കേട്ടോ, സബോള ഇട്ടിട്ടില്ല.
എല്ലാം കൂടി ചേർത്ത് ഇത് കുഴച്ച് എടുത്തിട്ട് കൊഴുക്കട്ടയായിട്ട് ആവിയിൽ വെച്ച് അങ്ങോട്ട് വേവിച്ചു. ആവിയിൽ വെച്ച് വേവിച്ച ഈ കൊഴുക്കട്ടയാണ് ഈ കാണുന്നത്. ഇപ്പം കാണാനുണ്ടോ? നോക്കിക്കോളൂ, കൊഴുക്കട്ട. ഞാൻ വെറുതെ ഭംഗിക്ക് വേണ്ടി ഇത് കൊഴുക്കട്ട. അതിൻ്റെ നടുക്ക് ഒരു സ്വാദിന് വേണ്ടിയിട്ടും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് 2 കൊണ്ടാട്ടമുളക് വറുത്തതും വെച്ചിട്ടുണ്ട് ഇതിൽ. ഇതാ നോക്കൂ. അപ്പോൾ ഈ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാ പച്ചക്കറികളും എന്ത് വേണമെങ്കിലും ഇടാം. ചിങ്ങയോ ബീൻസോ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞിടാം. പൊടിയായിട്ട് അരിയണം. ഇതിൽ കൂട്ടി അങ്ങോട്ട് കുഴച്ച് ഇത് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ആ കൊഴുക്കട്ടയുടെ മാവ് ഉരുട്ടി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിക്കുക. സാമ്പാറും റെഡി. അപ്പം കൊഴുക്കട്ടയാണ് ഇപ്പം കണ്ടത്. ഇനി ഈ സാമ്പാർ ഇതാ ഞാനുണ്ടാക്കി സാമ്പാർ. ഇത് ഞാൻ എങ്ങനെ വിളമ്പുന്നറിയാമോ? ഈ സാമ്പാറിലേക്ക് ഓരോന്നായിട്ട് ഈ കൊഴുക്കട്ട ഒരു പാത്രത്തിൽ വയ്ക്കും. സാമ്പാർ ഇങ്ങനെ ഓരോ ബൗളിൽ അങ്ങോട്ട് കൊടുക്കും ഓരോരുത്തർക്കും. അല്ലെങ്കിൽ ബൗൾ വയ്ക്കും. പ്ലേറ്റ് വയ്ക്കണതിന് വരെ ഇങ്ങനത്തെ ഓരോ ബൗൾ വയ്ക്കും. അവരവർക്ക് ആവശ്യമുള്ള സാമ്പാർ എടുത്ത് ഒഴിക്കുക. കൊഴുക്കട്ട ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് സാമ്പാറും ഈ കൊഴുക്കട്ടയ്ക്ക് ഞാൻ ഇതിലേക്ക് ഇടുമ്പോൾ സാമ്പാറിലേക്ക് ഇടുമ്പോൾ പറയണ പേരെന്താണെന്ന് അറിയാമോ? ഗുള എന്നാണ് പറയണത്. അപ്പോൾ ഈ സാമ്പാറിലിടുന്ന ഗുള എന്ത് ഗുളിയാവും? സാമ്പാർ ഗുള. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ ഗുളിയാന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരെയും കഴിക്കാൻ വിളിക്കുന്നത്. ഈ സാമ്പാറും ഈ കൊഴുക്കട്ടയും കൂടിയിട്ട് അങ്ങോട്ട് കഴിക്കുക. നല്ല രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടവുമാണ്. കൊഴുക്കട്ടയും സാമ്പാറും കൂടിയിട്ട് ഇതിന് പറയുന്ന പേര് സാമ്പാർ ഗുള. അത് ഞാനായിട്ടുണ്ടാക്കി പറയണ ഒരു പേരാണ്. ഇതങ്ങനെ ഒരു പുതിയ പലഹാരം എന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ ഒരു വെറൈറ്റി ആകുന്നത് കൊണ്ട് ആരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചകവിധിയിലേക്ക് എൻ്റെ വക പാചകക്കുറിപ്പ് സാമ്പാർ ഗുള. ഇത് രണ്ടും കൂടി ഞാനിങ്ങനെ പൊക്കി പിടിച്ചേക്കാണ്. സാമ്പാർ ഗുള. രണ്ടും കൂടിയിട്ട് ഇതുപോലെ എടുത്തിട്ട് പ്ലേറ്റിൽ കൊഴുക്കട്ടയും സാമ്പാർ നടുവിലും വെച്ച് ഇങ്ങനെയും വിളമ്പാം. അതും ഒരു ഭംഗി തന്നെ. സാമ്പാർ ഗുള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എൻ്റെ വിചാരം. കൊഴുക്കട്ട നമ്മൾ ഉണ്ടാക്കാറുണ്ട്, സാമ്പാർ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. രണ്ടും കൂടി ചേർത്ത് പച്ചക്കറികളൊക്കെ കുട്ടികളുടെ ഉള്ളിൽ ചെല്ലണമെങ്കിൽ ഈ സൂത്രത്തിലൂടെ കുറേയൊക്കെ ചെല്ലും. ക്യാരറ്റ് ചെല്ലും, ബീട്രൂട്ട് ചെല്ലും, ഇഞ്ചിയും പച്ചമുളകും മറ്റുള്ള മുരിങ്ങയില ചേർക്കും. ചിലപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കുക. നമുക്ക് കയ്യിൽ കിട്ടുന്നതൊക്കെ ചേർന്ന് കിട്ടുന്നതെല്ലാം കൂടെ ചേർത്ത് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കി അതിനെ സാമ്പാറിൽ ഇട്ടിട്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ചട്ടണിയായാലും തിരക്കടൊന്നുമില്ല. ചുമന്ന മുളകുള്ള ചട്ടണിയാവണം. അതാ സ്വാദ് കേട്ടോ. പച്ചമുളക് ചേർക്കണം. അപ്പോൾ ഇന്നത്തെ പാചകം, ഇന്നത്തെ പ്രാതൽ സാമ്പാർ ഗുള. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പലഹാരത്തെ പരിചയമുള്ളവർക്കൊക്കെ ഒന്നുകൂടി കേട്ടു എന്ന് സന്തോഷിക്കാം. പരിചയമില്ലാത്തവർക്ക് പുതിയതായിട്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ പ്രാതൽ സാമ്പാർ ഗുള. നന്ദി.